ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ അധികം വിശേഷങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്പെഷ്യൽ റെസിപ്പീസും നല്ല ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഓർഗനൈസിങ് വീഡിയോ ഡേ 1 ആണ് കേട്ടോ. വീട് ഒതുക്കലിൻ്റെ ഡേ 1 വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. നമസ്കാരവും കാര്യങ്ങളും പ്രയറും അങ്ങനത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിയും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ ഞാൻ റഫീഖാക്കും വാവക്കുള്ള ചായയൊക്കെ ഒന്നിടട്ടെ. അതൊക്കെ നമ്മൾ എന്നും കാണിക്കുന്നതായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടില്ല. അവർക്ക് രണ്ടാക്കും ചായ കൊടുത്തു, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞതാ ഇനിയിപ്പം ഒരു ക്വിക്ക് ക്ലീനിങ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് വീട് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. സാധാരണ ചിലപ്പം ഇങ്ങനെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നതിന് മുമ്പ് ഒന്നിങ്ങനെ വീട് ഒതുക്കി പെറുക്കാനുള്ള ടൈം കിട്ടും. ചിലപ്പോൾ അങ്ങനെ കിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം ഒന്ന് ഒതുക്കി പെറുക്കുകയും ചെയ്യും, ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഇടുകയും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് കിച്ചണിലെ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഇതാ ഞാൻ ബെഡ്റൂം ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കട്ടെ. ബെഡ്റൂമിൽ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഫ്രഷ് എയറൊക്കെ കയറട്ടെ രാവിലെ തന്നെ. അപ്പോൾ നമ്മളെ മൈൻഡിനും അങ്ങനത്തെ ഒരു ഫ്രഷ് ഫീൽ കിട്ടും. ഇനിയിപ്പോൾ ഇതാ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ച് ഒന്ന് റെഡിയാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ എണീറ്റാലാണ് കേട്ടോ നമുക്ക് നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ജോലികളൊക്കെ ചെയ്ത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സമയം വൈകി എണീക്കും തോറും നമ്മളെ എല്ലാ കാര്യങ്ങളും വൈകിയാണ് ഉണ്ടാവുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കായിട്ടുള്ളൊരു ടൈം നമുക്ക് കണ്ടെത്താൻ പറ്റൂല. ബാക്കി എല്ലാ കാര്യവും നമ്മളൊരു ഹറിബറി ആ ഒരു രീതിയിൽ ചെയ്യേണ്ടി വരും. അതിനൊരു സുഖമില്ല കേട്ടോ. എല്ലാം ഒന്ന് നേരത്തെ വെച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് നേരത്തെ ആക്കി വെച്ച് എല്ലാം സെറ്റാക്കുന്നതിൻ്റെ ഒരു ഭംഗി എടുപിടിയെന്ന് ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് സമയം നമ്മളൊരു സ്കിൻ കെയറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ട് എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമൊന്നും നമുക്ക് ഒരു വൈകി എണീറ്റാൽ കിട്ടില്ല. ബാക്കിയുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ടൈമിനെ നമുക്ക് കിട്ടില്ല. പിന്നല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യം അത് അത്രയും കിട്ടില്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതാ ബെഡ്റൂമൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലിവിങ്ങും ഹാളും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ. അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്നോരോന്നൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടേബിളും പറയേണ്ട കാര്യമില്ലല്ലോ. ടേബിളിൽ കൈ കിട്ടുന്നതെല്ലാം വീട്ടിലെ എല്ലാവരും കൊണ്ടുവെക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുക, അതൊക്കെയാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ ചെയ്യുന്ന പരിപാടികൾ. അപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വന്നാലും നമുക്ക് എന്താ പറയുക നല്ല നീറ്റായിട്ടിരിക്കും. നമ്മൾ ഇപ്പോൾ അടിച്ചു വാരിയിട്ടില്ല, തുടച്ചിട്ടില്ല, അതൊക്കെ പിന്നെയാണ് കേട്ടോ, അതൊന്നും കാണാനുണ്ടാവില്ല. പക്ഷെ ഒതുക്കി വെച്ചാൽ തന്നെ നമുക്ക് ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന സമയത്തൊരു പരിങ്ങലിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും പോട്ടെ, നമുക്ക് തന്നെ നമ്മളെ വീട് കാണുമ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് വീട് ഒതുങ്ങി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു മൊത്തം ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇനിയിപ്പോൾ ഞാൻ റഫീഖ് രാവിലെ പോകുമല്ലോ, അപ്പോൾ അതിൻ്റെ മുമ്പ് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള മുരിങ്ങയില, കാരണം ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നല്ല ഹൈറ്റിലേക്ക്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഭാഗത്തു നിന്നൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കിട്ടുന്നിടത്തൊക്കെ ഞാൻ പറിക്കും. അപ്പോൾ അതൊന്ന് ഒരു കൊമ്പ് വെട്ടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മതി കേട്ടോ. ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നൊരു എന്താ പറയുക, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നെയ്പത്തിരിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ച പത്തിരി, നെയ്പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, പിന്നെ ഇതാ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റിച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു കറി. അപ്പോൾ ഇതാ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. നിങ്ങൾ വേണമെങ്കിൽ
വെളിച്ചെണ്ണ എടുക്കണ്ട, ഓയിൽ ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അതൊന്നൊരു ലോ ഫ്ലെയിമിൽ ആ ബട്ടറിലൊന്നിങ്ങനെ മുരിഞ്ഞൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട തൈരാണ് എടുക്കുന്നത്. കട്ട തൈര് തന്നെ വേണമെന്നില്ല, തൈരിൽ പുളി ഉണ്ടാവരുത്, അത്രയേ ഉള്ളൂ. നമ്മൾ അതിൽ ഗ്രേവിക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പുളി ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പുളി ഒട്ടും ഉണ്ടാവരുത്. നമ്മൾ വീട്ടിലെടുക്കുന്ന തൈര് തന്നെ എടുത്തോ, ലൂസാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പുളി ഒട്ടും പാടില്ല കേട്ടോ. നമ്മൾ ഒഴിച്ച് അപ്പം തന്നെ അന്ന് തന്നെ എടുക്കൂലേ, ഒട്ടും പുളിയില്ലാത്ത അങ്ങനത്തെ വേണം എടുക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈര് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ചോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ നിന്ന് ആ ഒരു ബട്ടറിലൊന്ന് സോട്ടാവുകയും വേണം, ഒന്ന് കുക്കായി വരികയും വേണം കേട്ടോ. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ തൈരിലേക്ക് മുളക് പൊടി, നമുക്ക് കറിക്ക് ആവശ്യത്തിലുള്ള എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിപ്പോഴല്ല കേട്ടോ. ഇനി ഇതൊക്കെ ചേർത്തിട്ട് ആ ഒരു തൈരിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സാക്കി വെക്കാം. നന്നായിട്ട് ഇളക്ക്. ഇതാണ് കേട്ടോ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ്. എന്നാൽ വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരു പാർട്ടിയിൽ വരെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിന് പകരം മഷ്റൂം എടുക്കുക, സോയാബീൻ എടുക്കുക, ചിക്കൻ എടുക്കുക, ബീഫ് എടുക്കുക, എന്ത് വേണമെങ്കിലും ഇതിന് പകരം ആക്കിയെടുക്കുക. അതൊക്കെ നമ്മൾ മൈൻഡിൻ്റെ ഒരു ഇതുപോലെ എടുക്കുക, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. കോളിഫ്ലവർ എടുക്കുക. എന്നിട്ട് ഗ്രേവിക്ക് പല പനീർ മാറ്റങ്ങൾ കൊണ്ടുവരിക കേട്ടോ. വെജിറ്റേറിയൻസ് പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പെടുക്കുന്നവരും അങ്ങനത്തെവരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെജിറ്റേറിയൻസിനായിട്ട് തന്നെ ഈ ഒരു ഇത് കാണിക്കുന്നത്. അല്ലാത്തവർക്ക് കേട്ടോ നല്ല റിച്ച് ഗ്രേവിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. സവാള നല്ല സോഫ്റ്റായിട്ട് വരട്ടെ, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സവാള സോഫ്റ്റായി വരുമ്പോഴത്തേക്കും കുറച്ച് നെയ്പത്തിരിക്കുള്ള തേങ്ങ, ഒരു കൈപ്പിടി തേങ്ങ, ഒരു 2 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, അതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ നമ്മളെ പുട്ടുപൊടിയില്ലേ, അജ്മി പുട്ടുപൊടി, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല തരിയുള്ള ആ പുട്ടുപൊടിയില്ലേ, അതിലേക്ക് ഇപ്പോൾ 1 ഗ്ലാസ് പുട്ടുപൊടിയാണെങ്കിൽ അതിലേക്കുള്ളത് ഞാൻ പറയാം കേട്ടോ. 1 ഗ്ലാസ് പുട്ടുപൊടിയിലേക്കുള്ള അളവാണ് പറഞ്ഞത്. ഒരു കൈപ്പിടി തേങ്ങ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളെ തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി തിളച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ വേഗം ഡ്രൈ ആവും. അതുകൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് വേണം, ഞാൻ കാണിച്ചു തരാം, വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. കുറച്ച് സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുട്ടുപൊടി കൊണ്ട് നെയ്പത്തിരി ഉണ്ടാക്കാൻ പറ്റുമോ, അതൊന്ന് കാണിക്കണേന്ന് കേട്ടോ. അതുകൊണ്ടാണ് റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇതൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക, നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനിയില്ലേ ഇത് നിങ്ങൾ എന്താ പറയുക, നമ്മൾ ചുടാൻ നിൽക്കുമ്പോൾ, അതായത് നെയ്പത്തിരി ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ പൊടി വാട്ടിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഡ്രൈ ആയിട്ട് നമ്മൾ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ഡ്രൈ ആയി പോകരുതല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ കുഴച്ച് വെച്ചു എന്നുള്ളൂ. ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വേണമല്ലോ ഓരോന്ന് ചെയ്തെടുക്കാൻ. അങ്ങനെ അത് ഞാൻ കുഴച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള നല്ല സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ട, അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം, ഒരു ഇളം ചൂടുവെള്ളം അത് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചൂടുവെള്ളം ചേർത്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് തൈരിൻ്റെ മിക്സ്, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ തേങ്ങ അരപ്പോ അങ്ങനത്തെ ഒന്നും ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക, എല്ലാം ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്കില്ലേ കുറച്ച് കസൂരി മേത്തിയില്ലേ, നമ്മളെ ഉലുവയില്ല, അത് നമുക്ക് വാങ്ങാൻ കിട്ടുക, അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് വരും. കുറച്ച് മതി. കസൂരി മേത്തി നിങ്ങൾ പുറത്ത് എടുത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാലല്ലേ അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിനെ പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പുറത്താണെങ്കിൽ
അപ്പോൾ അത് ചേർത്ത് കൊടുത്തു, നമ്മളെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തു, ഉരുളക്കിഴങ്ങും കാര്യങ്ങളും ചേർത്ത് കൊടുത്തു, ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അത് ആ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർത്ത് കൊടുത്താൽ തന്നെ മതി കേട്ടോ. അപ്പോൾ ഇതാ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു റിച്ച് ഗ്രേവിയാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണേ. ഇവിടെ റഫീഖയ്ക്ക് അങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര എരിവും അതൊന്നും ഇല്ലാത്ത അങ്ങനത്തെ സാധാ കറിങ്ങിനേക്കാളും വെറൈറ്റി കറികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ വെറൈറ്റി ആക്കി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഓരോന്നിങ്ങനെ പരീക്ഷിക്കും കേട്ടോ. അതിൽ പെട്ടൊരു കറിയായിട്ടത്. നല്ല ടേസ്റ്റാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൈരിന് ഒട്ടും പുളി ഉണ്ടാവരുത് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റിലൊരു ഗ്രേവി ആട്ടോ അത്. നല്ലൊരു റെസിപ്പിയാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഷ്റൂം, അങ്ങനത്തെ ചിക്കന്, അതെല്ലാം മാറ്റം നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് മാറ്റി ചെയ്തോ. പിന്നെ ഈ ഗ്രീൻ പീസില്ലേ പെട്ടെന്ന് വേവുന്ന, അത് വെച്ചൊക്കെ ചെയ്യാം കേട്ടോ. പനീർ. അപ്പോൾ ഇതാ നമ്മളെ നെയ്പ്പത്തിരി ഒക്കെ ഞാനിതാ ഈ ഒരു രീതിയിൽ വീഡിയോ കാണുന്ന പോലെ ആ ഒരു കട്ടിക്ക്, നിങ്ങൾ ഓവറല്ല എന്നാൽ ഒരുപാട് കട്ടിയുമല്ല കേട്ടോ, ആ രീതിയിൽ ഒന്ന് പരത്തിയെടുത്തു. ഇപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ പൊന്തി വരും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇത് കുറച്ചുകൂടെ കട്ടിക്ക് ആക്കിയെടുത്താൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കൂലേ ചായക്ക് കൂട്ടാൻ പൊരിച്ച പത്തിരി, ആ ഒരു പൊരിച്ച പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് മൈദ കൂട്ടിയിട്ടൊക്കെ ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ മൈദ ചേർത്തിട്ടില്ല, നമ്മൾ രാവിലെ തന്നെ അങ്ങനെ ആക്കണ്ടെന്ന് ചോദിച്ചാൽ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നല്ലതാണ്, പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല. ടേസ്റ്റ് വൈസ് നല്ലതാണ് ഒന്നുകൂടെ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഇത് കണ്ടോ നന്നായിട്ട് പൊങ്ങി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. കുറേ സമയം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും. പിന്നെ തണുത്തതിന് ശേഷം വൈകുന്നേരമൊന്നും ഇതെടുത്തിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുക, അങ്ങനെയാണ് ഇത്. കാരണം ഒരുപാട് തരിയുള്ളതല്ലേ, ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാത്തൊരു നെയ്പ്പത്തിരിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കരുകരാന്നിരിക്കുകയും ചെയ്യും, സോഫ്റ്റുമായിട്ട് അങ്ങനെയാണ് ഉണ്ടാകുക കേട്ടോ ചൂടോടെ കഴിക്കുമ്പോൾ. അപ്പോൾ കണ്ടോ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. അതുകൊണ്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾ നോക്കിയേ, സോഫ്റ്റുമാണ് എന്നാൽ ക്രിസ്പിയാണ് കേട്ടോ. ചായക്കൊക്കെ ഇങ്ങനെ വെറുതെ കഴിക്കാം, കറിയൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. റഫീഖ 2 എണ്ണം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം. വെറുതെ കട്ടൻ ചായൻ്റെ കൂടെ നമ്മൾ കഴിക്കൂലേ അങ്ങനെ. പിന്നെ ഞാൻ നെയ്പ്പത്തിരിക്കൊന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കറിയും റെഡി ആയിട്ടുണ്ട്, നെയ്പ്പത്തിരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്പ്പത്തിരിയൊക്കെ ആകുമ്പോൾ നമ്മൾ അപ്പം തന്നെ വേഗം തന്നെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചുട്ടെടുക്കുക, ആ സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കൂട്ടോ. നെയ്പ്പത്തിരിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ്, രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ റെസിപ്പി കാണിച്ചു തരുന്നതാണ്. പിന്നെ പുതിയ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് നെയ്പ്പത്തിരിൻ്റെ റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, പല രീതിയിലുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾഡ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ കയ്യിലുള്ളതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പച്ചരിപ്പൊടിയിൽ കാണിച്ചിട്ടുണ്ട്, ചോറരീൻ്റെ പൊടിയിൽ കാണിച്ചിട്ടുണ്ട്, അരി അരച്ചിട്ടുണ്ടാക്കുന്നതും അങ്ങനത്തെ എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരോ പണികളും ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. അതുവരെയുള്ള പാത്രങ്ങൾ കഴുകുന്നുണ്ട്, അതുവരെയുള്ള എടുത്തു വെച്ച ബോട്ടിൽസും കാര്യങ്ങളും അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാട്ടോ ഞാൻ ചെയ്യുക. കിച്ചണിൽ നിൽക്കുന്ന സമയം എന്താ പറയുക കുക്കിങ്ങും അതുവരെയുള്ള പാത്രങ്ങളും എല്ലാം ആ കുക്കിങ്ങിനോട് സംബന്ധിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി തീർക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ്, തീരെ ഇഷ്ടമല്ല. അപ്പോൾ എന്താ പറയുക നമ്മളെ കുക്കിംഗ് കഴിയുന്നതോട് കൂടി അതങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ അതവിടെ പാത്രം കഴുകാനുണ്ട് എന്നുണ്ട് ആ ഒരു പണിക്ക് നിൽക്കണ്ടല്ലോ, അതുകൊണ്ടാട്ടോ പേടിച്ചിട്ട് തന്നെയാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമ്മൾ ആ സൗണ്ട് നിങ്ങളൊന്ന് കേൾപ്പിച്ച് തന്നാ കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഓർഗനൈസിങ് ഡേ 1 സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൽ ഞാൻ ആഡ് ആക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളൊരു ക്ലീനിങ് ചലഞ്ചും അതുപോലെ തന്നെ ഓർഗനൈസിങ് ചലഞ്ചുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലീനിങ് ചലഞ്ചിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈ ഓർഗനൈസിങ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ആ ചെയ്യുന്ന ഭാഗം നമുക്ക് ക്ലീനിങ് കൂടിയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ക്ലീനിങ്ങിലേക്ക് പോകേണ്ടത്. അപ്പോൾ പിന്നെ ഭയങ്കര ഈസിയാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങൾ സമയം കിട്ടൂലല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കിച്ചൺ എന്തായാലും നീറ്റാക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലഞ്ചിനുള്ള കാര്യം കൂടെ വേഗം ഒന്ന് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ കുക്കറിൽ അരിയിട്ട് ഒരു വിസിൽ അടുപ്പിച്ച് ഇറക്കി വെച്ചിട്ട് കുറേ പേര് കുക്കറിൽ അരി ഇടേണ്ടത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിട്ടുപോകുന്നതാണ് കേട്ടോ. അത് വേഗം അങ്ങ് ചെയ്ത് വെക്കും. അതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് പരിപ്പ് വേവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര എളുപ്പമായിട്ട് ഇതിൻ്റെ അരപ്പൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒരു ടേസ്റ്റിൽ സാധാ ചെയ്യുന്നതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വെജിറ്റേറിയൻസൊക്കെ ഒരുപാടാണ്. നോമ്പും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള ഹിന്ദുസിനാണെങ്കിലും നോമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്നും കഴിക്കുന്നതിന് ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ കാണിച്ചതാണ് കേട്ടോ. പിന്നെ നോണ് നമ്മൾ ഒരുപാട് കാണിക്കുന്നുണ്ട്, എന്നും നമ്മൾ നോൺ തന്നെയാണ് കാണിക്കൽ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറിച്ച് വെച്ച മുരിങ്ങയിലല്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടെ. നമ്മൾ പരിപ്പ് ആ സമയം വെന്ത് വരട്ടെ. ഇതിലേക്ക് നമ്മൾ പരിപ്പ് ഇങ്ങനെ വെന്ത് ഉടയേണ്ട കാര്യമില്ല. പരിപ്പ് ഇങ്ങനെ കാണുന്ന രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. പക്ഷേ ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റഫീഖയ്ക്ക് പരിപ്പ് അങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല എന്നല്ല, അങ്ങനെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരും. അല്ല, നന്നായിട്ട് വെന്തിട്ടാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഓരോരുത്തർക്കും ഗ്യാസ് ഓരോ രീതിയിലല്ലേ. അപ്പോൾ ഞാൻ പരിപ്പ് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടച്ച് നല്ല വേവിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ലെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മളെ പരിപ്പിലേക്കുള്ള ആ ഒരു അരപ്പ് ഞാൻ പറഞ്ഞില്ല, അതെടുക്കട്ടെ. അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യത്തിലുള്ള കേട്ടോ. നമുക്കിപ്പോൾ ഒന്ന് മതി. അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ എന്നൊക്കെ പറയാം, അത്രയും ഞാൻ ഈ എടുക്കുന്ന അത്ര ഒരു കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നില്ലേ, അതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്തെടുക്കണേ, ഒരുപാട് കരിഞ്ഞും പോകരുത്, ഈ ഒരു കളറ് കിട്ടുകയും വേണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉണക്കമുളകില്ലേ ഒരെണ്ണം, അതൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തു. നമ്മളെ പരിപ്പും വെന്ത് വന്നു. പരിപ്പിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു, അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് തിള വരുന്ന സമയത്ത് തിള വരാനാകുന്ന സമയത്ത് നമുക്ക് മുരിങ്ങയില ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയിലല്ലേ, ഇതിന് പകരം നിങ്ങൾക്ക് ചീരയും ഉപയോഗിക്കാം കേട്ടോ. ചീര ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ പിന്നീട്, എനിക്ക് ചീര ഇല്ലാത്തതുകൊണ്ടായില്ല ഞാൻ ഈ സമയം ചീര കൊണ്ട് കാണിച്ചു തരുമായിരുന്നു. ചീര കൈ കിട്ടുന്ന സമയത്ത് അത് കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ചീര നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കല്ല, അത് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ മുരിങ്ങയില ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കുന്നുണ്ട്. ഇനി മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് കുറേ തിളപ്പിക്കരുത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടൊക്കെ തിള വരുന്ന പോലെ ചെറിയൊരു ഇത് വന്നാൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്യുക കറി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആ ഒരു ചൂടിൽ മുരിങ്ങയില വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെക്കും കേട്ടോ. കറി തണുക്കുമ്പോഴത്തേക്കും നമ്മളെ മുരിങ്ങയില അതിൽ കിടന്ന് വെന്തോളും. ഇനിയിപ്പോൾ ഒരു താളിപ്പ് റെഡിയാക്കുന്നുണ്ട്. കടുക്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ എന്താ പറയുക, ഒരു സിമ്പിൾ ലഞ്ചിനുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വറവ് ഒഴിച്ചതിന് ശേഷം 2 മിനിറ്റ് അടച്ച് വെക്കുക. എന്നിട്ട് വേണം കേട്ടോ നമ്മളൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ ഫ്ലേവർ മൊത്തം നമ്മളെ കറിയിലേക്ക് കിട്ടുക, നമ്മൾ വറവിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല കുറുകിയ കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക്, അതൊട്ടും എരിവില്ലാത്തൊരു കറിയല്ലേ. കാര്യം പുളിപ്പ്, എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, പക്ഷെ പുളിപ്പും ഒന്നും ഇല്ലല്ലോ. പിന്നെ ആ ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുത്തു. നമുക്കധികം എരിവ് വേണ്ടാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് 2 3 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, എരിവ് വേണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ഒരു പുളി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ സൈഡായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പച്ചമുളക്
ഇങ്ങനെ എന്താ പറയുക നുറുക്കി എടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, വട്ടത്തിലല്ല, കുഞ്ഞു കുഞ്ഞുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു കറീൻ്റെ കൂടെ ഇതും കൂടെ വരുമ്പോഴാണ് ഒരു ചെറിയ പുളിയും ഉപ്പും ഈ കറിയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ കേട്ടോ, അടിപൊളിയാണ്. വേണമെങ്കിൽ ഒരു പപ്പടമൊക്കെ ആവാം, പപ്പടമോ മറ്റേ കൊണ്ടാട്ടമുളക് അങ്ങനത്തെ ഒക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടെങ്കിൽ അതൊക്കെ സൈഡായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നോൺ വെജിനാണെങ്കിൽ, വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. നോൺ കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരു ഉണക്ക മീനോ ഒരു ഫിഷ് ഫ്രൈയോ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇത് രണ്ടും മാത്രം മതിയാണ് ഞാൻ പറഞ്ഞു വന്നേ. പിന്നെ ഇതാ ഹവ്യയും തനുവും വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അവർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വർക്കിലാണ്. ഹവയിലെ ഏതാ കാലില്ല, കാലി ബോക്സ് ഏതാണുള്ളത് നോക്ക്. അതന്നെ. അപ്പോൾ ഒന്നുമല്ല, നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റില്ലേ അത് ഇന്ന് നമ്മൾ കൊറിയർ അയക്കുകയാണ് കേട്ടോ. കാര്യം അഡ്രസ്സെല്ലാം ഇപ്പോഴാണ് സെറ്റായത്. അപ്പം ഇന്ന് ഞാൻ തനുവിനൊരു പണി കൊടുത്തതാണ് കേട്ടോ. കാരണം ആ അഡ്രസ്സൊക്കെ ഒന്ന് നമ്മൾ കൊറിയർ ഓഫീസിൽ കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് എഴുതിയെടുക്കണം. പിന്നെ നമ്മൾ അതിലും ഗിഫ്റ്റിൻ്റെ ആ ബോക്സിൻ്റെ മുകളിലും ഒട്ടിക്കണം കേട്ടോ, അവർക്ക് മാറിപ്പോകരുതല്ലോ. അതിനുവേണ്ടി ആർക്കാണ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അതവർ വൃത്തിയായിട്ട് ചെയ്തോളും, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ. അപ്പം മുഹമ്മദ് ഹോസ്പിറ്റലിലാണ് കേട്ടോ, പനിയൊക്കെ ആയിട്ട് മുഹമ്മദ് ഇവിടെ കൽപ്പറ്റ നമ്മളവിടെ നമ്മളെ ടൗണിൽ ഹോസ്പിറ്റലിൽ ലിയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇവർ രണ്ടാളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഹോസ്പിറ്റലിൽ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അവർ ഇവിടെ എൻ്റെ കൂടെ നിന്നോളും. ഇനിയിപ്പോൾ ഇതാ അവരവിടെ ഉണ്ട്, കളിക്കുന്നുണ്ട്, അവരെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനിതാ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മൊത്തം ഒന്ന് അടിച്ചു വാരിയിടുന്നുണ്ട്. ഇന്നിപ്പോൾ തുടക്കാനൊന്നുമില്ല കേട്ടോ, ഇന്ന് കിച്ചൺ മാത്രം ഒന്ന് കുക്ക് ചെയ്തപ്പോൾ ഞാനൊന്ന് വൈപ്പ് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഓർഗനൈസിങ് ചലഞ്ച് ഡേ 1 അല്ലേ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് മെഡിസിനാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ അധികം എല്ലാവരും മെഡിസിൻ കഴിക്കുന്നവരും മെഡിസിനും അങ്ങനെ ആവാണ്ടിരിക്കട്ടെ, പക്ഷേ മെഡിസിൻ ഉള്ളവരും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസാണ് ഇന്ന് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഞാനിവിടെയാണ് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഒട്ടും ഓർഗനൈസ് അല്ല കേട്ടോ. ഇതിൽ കൊണ്ടുപോയിടുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയതെൻ്റെ കൈ ഇങ്ങനെ സ്ലീവാണ് കേട്ടോ, അതും ഇതിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഏരിയ നമ്മളിത് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഏരിയ ഒന്ന് ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ, ഓർഗനൈസ് ആവുകയും ചെയ്യും. വേണ്ടാത്തതൊക്കെ നമുക്ക് എടുത്ത് കളയുകയും ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് മെഡിസിനൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ, ഇതിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും റഫീഖാൻ്റെയും അറിയാമല്ലോ, നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിസിൻസ് ഇതിലുണ്ട്, അല്ലാത്തതും ഉണ്ട്, അല്ലാത്തതായിട്ടുള്ള വേസ്റ്റ് കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വേണ്ടാത്ത മെഡിസിൻ്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ഞാൻ കളയുന്നുണ്ട്. ആവശ്യമുള്ളത് ഡേറ്റ് എന്താ പറയുക എക്സ്പയറി ആവാത്തത് ഡേറ്റ് നോക്കിയിട്ട് ഞാൻ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കഴിക്കുന്നത് നമുക്ക് അറിയാം, മെഡിസിൻ എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് മാറ്റി അതിൽ വേണ്ടാത്ത സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ 2 ബോക്സ് എടുത്ത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നു. ആ 2 ബോക്സിലേക്കും നമുക്ക് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ കുറേ ഐറ്റംസ് കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ട മെഡിസിനും വേണ്ടാത്തതും കഴിഞ്ഞ സ്ട്രിപ്സുകളും, അതുപോലെ തന്നെ ഇത് കണ്ടോ വേറെ കുറേ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക മെഡിസിനും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അത് വീട്ടിലിപ്പോൾ പ്രായമുള്ളവരുണ്ടാവും, ഒരു സ്ഥിരം മരുന്ന് കുടിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും അസുഖത്തിന് കുടിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നുള്ള രീതിക്ക് നമ്മൾ വീട്ടിൽ ഒരു കാര്യങ്ങൾ എടുത്തു വെക്കുക. പെട്ടെന്ന് കുട്ടികളുള്ള വീട്ടിലോ ഇപ്പോൾ വലിയവരായാലും, ഇപ്പോൾ എനിക്കൊക്കെ നിർബന്ധമാണ് കേട്ടോ, ഈ വാവയൊക്കെ ഇപ്പോൾ വയ്യാണ്ട് ഇരിക്കുന്ന ആളല്ലേ, പെട്ടെന്ന് വീണ് എന്തെങ്കിലുമൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തലയൊക്കെ പൊട്ടി അങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നുള്ള നിലക്ക് പെട്ടെന്ന് നമുക്ക് ഒരു മുറിവായ വേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി വെക്കാം. എല്ലാ വീട്ടിലും അങ്ങനത്തെ ഒക്കെ നിർബന്ധമാണ് കേട്ടോ. ഇപ്പം ഞാനിതാ 2 ബോക്സും
ഈ ആ ബോക്സില്ലേ എൻ്റെ ഫ്രീസറിൻ്റെ ഉള്ളിലത്തെ ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങെടുത്തതാണ്, തിരുവനന്തപുരം എടുത്തു എന്നൊക്കെ പറയുന്ന പോലെ അത് ഞാൻ ഇങ്ങെടുത്തതാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലും ബോക്സോ ബാഗോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിനായിട്ട് നിങ്ങളൊരു ബോക്സോ കണ്ടെയ്നറോ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. കയ്യിലുള്ളത് വെച്ച് ഓർഗനൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ഫസ്റ്റ് ബോക്സിൽ ഞാൻ വെക്കുന്നത് ഞങ്ങളെ മെഡിസിനാണ് കേട്ടോ. എൻ്റെയും റഫീഖാൻ്റെയും മെഡിസിൻസാണ്. എൻ്റെ അലർജീൻ്റെ അത് നോസില സ്പ്രേ അടിക്കേണ്ട അതെടുത്തിട്ടുണ്ട്. അതുപോലത്തെ നമ്മൾ ഡെയിലി ഞങ്ങൾക്ക് കഴിക്കേണ്ട മെഡിസിൻസാണ് കേട്ടോ. അതിപ്പോൾ എനിക്കത് റഫീഖാക്ക് ഏതാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഒരു ബോക്സിലിട്ട് വെക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫിൻ്റെയും വേറെ തന്നെ വെക്കണം കേട്ടോ, അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ. പിന്നെ ഇതാ അപ്പുറത്തെ ബോക്സ് ഞാൻ വെക്കുന്നത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് പെട്ടെന്നൊരാൾ വന്നാൽ ഒരു പനീൻ്റെ ഗുളിക തരുമോ എന്ന് പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പരതണം. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള മെഡിസിൻസാണ് തപ്പുന്നത്. അതായത് വിക്സ്, ബാം അങ്ങനത്തതൊക്കെ ഉണ്ടാവില്ലേ, എല്ലാവർക്കും പല്ലുവേദനൻ്റെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എവിടേക്കാണ് ഞാൻ തിരയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീടിൻ്റെ എല്ലായിടത്തും പരതേണ്ടി വരും. അപ്പം ഞാൻ ഇത്രയും സ്ഥലത്ത് കൊണ്ടുവെക്കും, റഫീഖയും കൊണ്ടുവെക്കും കേട്ടോ, എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കും. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ അടുത്തുള്ള ബോക്സ് ഇല്ലേ, അതിൻ്റെ രണ്ടിലും കൊണ്ടുപോയിടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരാൾ ചോദിച്ചാൽ ഇത്രയും നമ്മൾ തിരഞ്ഞു നടക്കണം. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മളെ വീട്ടിലത്തെ ഒരാവശ്യത്തിനായാൽ കൂടി, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മളെ ആവശ്യത്തിനാണെങ്കിലും നമ്മൾ തിരയുമ്പോൾ ഇത്രയും സമയം നമുക്ക് നഷ്ടമാണ്. ശരിക്കും നമ്മൾ തിരഞ്ഞു നടക്കണം. നേരെ മറിച്ച് ഇത് എല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. പിന്നെ നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനത്തതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ഹൈറ്റിൽ അവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് വേണം നമ്മൾ വെക്കാൻ കേട്ടോ, അത് ശ്രദ്ധിക്കണേ. പിന്നെ എക്സ്പയറി അത് എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എക്സ്പയറി കഴിഞ്ഞതും അതുപോലെ തന്നെ ട്യൂബെല്ലാം കഴിഞ്ഞത് വരെ നമ്മൾ എടുത്ത് വെക്കും, അതൊക്കെ ഇതിൻ്റെ കൂടെ കളയുക കേട്ടോ. അപ്പോൾ നമ്മൾ വീടൊന്ന് ഓർഗനൈസ് ആവും. ആദ്യം ഡീക്ലട്ടറിങ് ചെയ്യണം കേട്ടോ. നമ്മൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മളെ വീട് ഒന്ന് നീറ്റാവുക. കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ വീടൊന്ന് ഓർഗനൈസ് ആയിക്കോളും, ഓരോ ഭാഗങ്ങൾ. അപ്പോൾ ഇതാ ഓരോന്നേരം ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് പലതിനുള്ളതുണ്ട് കേട്ടോ. എന്താ പറയുക, തലവേദനയുടെ മരുന്ന്, പല്ലുവേദനയുടെ മരുന്ന്, നടുവേദന, റഫീഖാൻ്റെ നടുവേദനയ്ക്ക് തേക്കുന്ന ബാം. ഇത് ഞാൻ ഈ ഒരു വൈറ്റ് ബോക്സിൽ, അത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് എയ്ഡ് ബോക്സിലേക്കുള്ള സാധനങ്ങൾ അപ്പം ഞാൻ തരുന്നത് നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ. എല്ലാവരും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ചിലരെങ്കിലും ഉണ്ടാവും ഓർഗനൈസ് ചെയ്ത് വെച്ചവർ. ഇപ്പോൾ വാവൻ്റെ മേശയിലാണ് ഇപ്പം ഞാൻ വന്ന് ഇതെടുത്തത് കേട്ടോ. അങ്ങനെ പല സ്ഥലത്തുമാണ് വെച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ എന്തെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൈമുറിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പരക്കെ ഓടണം. ഒരു കോട്ടൺ എടുത്തിട്ട് പോകാമെന്ന് പറയുമ്പോൾ നമ്മളൊരു കോട്ടൺ വേണ്ടിയിട്ട് ഓടണം. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും വേണ്ട, ഒതുക്കി ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വേഗം അവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെയും കോട്ടൺ കൊണ്ടേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇട്ടത് ഇങ്ങനത്തെയൊക്കെയാണ്. നമ്മൾ ബെറ്റാഡിനില്ലേ, കുട്ടികൾക്കൊക്കെ മുറിവായാലൊക്കെ, ആർക്കായാലും മുറിവായാലൊക്കെ അങ്ങനെ പുരട്ടുന്ന അത്, കോട്ടന്, പിന്നെ നമ്മളെ ബാൻഡേജ് ഇല്ലേ, കത്തിയൊക്കെ തട്ടി മുറിഞ്ഞാൽ ഒട്ടിക്കുന്ന അത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഡെറ്റോൾ ഒക്കെ അതിൽ വെക്കാം. ഡെറ്റോൾ ഇപ്പം എൻ്റെ അടുത്ത് തീർന്ന് വെക്കുക, അതുകൊണ്ട് അതിൽ വെക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ആവി പിടിക്കുന്ന സംഭവമില്ലേ, സ്റ്റീമർ, അത് ഒരെണ്ണം കരുതണം കേട്ടോ. അത് നമുക്ക് ഒരു വീട്ടിലത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഹോട്ട് ബാഗ്. ഇത് നടുവേദനയുള്ളവർക്ക്, കൈവേദന, അങ്ങനെ കാലുവേദനയൊക്കെ ഉള്ളവർക്ക് അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂട് പിടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബാമൊക്കെ തേച്ച് കൊടുത്താൽ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് എപ്പോഴും ഇവിടെ റഫീഖൊക്കെ നിർബന്ധമാണ് അത്. അപ്പോൾ അതും ഞാൻ അതിലേക്ക് ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 3 ബോക്സിൽ ഇപ്പം എൻ്റെയും റഫീഖാൻ്റെത് അതുപോലെ തന്നെ ഒന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ കോമൺ ആയിട്ട് ആരെങ്കിലും വന്നാൽ ചോദിച്ചാലും അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ആവശ്യമുള്ള തലവേദനൻ്റെ, നടുവേദനൻ്റെ, കാലുവേദന, അങ്ങനത്തെയൊക്കെ ബാമുകളൊക്കെ കേട്ടോ ഒന്നിൽ വെച്ചിട്ടുള്ള. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് നമുക്ക് എടുത്തു വെക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും അറിയണം കേട്ടോ, ഇത് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്, ഇന്നതിനുള്ളത് ഇതിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം എന്നാലും എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മുറിവ് വന്നാൽ നമ്മളെ മക്കളായിരിക്കും എടുത്തുകൊണ്ട് തരേണ്ടത്, കോട്ടനോ അങ്ങനെ ബാൻഡേഡോ എന്തെങ്കിലും. അപ്പോൾ അവർക്കും കൂടെ കാണിച്ചു കൊടുക്കണം കേട്ടോ.
അറിയുന്ന കുട്ടികൾക്ക്. ഇനിയിപ്പോൾ ദാ വാവൻ്റെ മെഡിസിനും കൂടെ ഞാനൊന്നൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു, ആ ഒരു മേശയും കൂടെ. അപ്പോൾ വാവ ഇട്ട് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വാവ സ്ഥിരം ഗുളിക കുടിക്കുന്ന ആളാണ് കേട്ടോ. കുറേ പേര് വാവ ആരാന്നും കൂടെ ചോദിക്കുന്നത്, അതും കൂടെ പറഞ്ഞുതരാം. പുതിയ വ്യൂസ് ആയിരിക്കും. റഫീഖാൻ്റെ പെങ്ങളാണ് കേട്ടോ, നമ്മളെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ മസിൽ കയറുക, കാല് വേദനയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചുറ്റി കിട്ടൂലേ ആ ഒരു സാധനം, എന്താ അതിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ, ബാൻഡേഡോ എന്തോ, അത് നിർബന്ധമാണ് കേട്ടോ. ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും കാല് വേദന എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ല നമുക്ക് തന്നെ പെട്ടെന്ന് കിട്ടൂല ഇതൊന്നും, നമ്മൾ തിരഞ്ഞു നടക്കണം. അപ്പോൾ അതൊക്കെ മസ്റ്റായിട്ട് നമ്മളൊരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം, ആ ഒരു മേശേൻ്റെ ഉള്ളിൽ. ഇപ്പം ഞാൻ എടുത്ത് വെക്കുന്നത് ഇവിടെയാണ്, നിങ്ങൾ വെക്കുന്നത് എവിടെയാണോ അവിടെ ആ ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ബോക്സുകൾ ഉള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു എന്നുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സില്ലേ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അങ്ങനത്തതൊക്കെ, അതിൽ ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ട് അത് യൂസ് ചെയ്താലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ വാവൻ്റെതായിട്ടുള്ള മെഡിസിൻ ദിവസം കുടിക്കുന്ന മെഡിസിന് ഞാൻ ഒരു ഫസ്റ്റ് ബോക്സിൽ വെച്ച് കൊടുത്തു. രണ്ടാമത്തതിൽ വാവൻ്റെ ഈ തലവേദനൻ്റെ മരുന്ന്, ബാമുകൾ, ചുമക്ക് കഴിക്കുന്നത്, അങ്ങനത്തെ അവരുടേതായിട്ടുള്ളത് ഉണ്ടാവുമല്ലോ, അതൊക്കെ ബാൻഡേഡ് അതൊക്കെ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ, പക്ഷേ വാവക്ക് ചില സമയത്ത് അതൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വാവൻ്റെതിൽ തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ബോക്സിൽ, എല്ലാവരും അല്ല, കോമൺ ആയിട്ടുള്ളതില്ല, അത് ഒരു സ്ഥലത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇത് വാവക്കായതുകൊണ്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നതേ. അപ്പോൾ ഡെയിലി കുടിക്കേണ്ടത് ഫസ്റ്റ് ബോക്സിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഓർഗനൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ ആയുർവേദ എന്താ പറയുക, കുഴമ്പ്, എണ്ണ അങ്ങനത്തതൊക്കെ ഉണ്ടാവില്ലേ, അതും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാട്ടെ. ഇതിവിടെ നിർബന്ധമാണ് കേട്ടോ. ഇപ്പോൾ റഫീഖൊക്കെയായാലും ഇടയ്ക്ക് വേദനകൾ, നടുവേദന, കാലുവേദന എന്നൊക്കെ പറയും. വാവയും ഇതിൻ്റെ ആൾ തന്നെയാണ് കേട്ടോ, കാലുവേദന, കൈവേദന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് ഇതുണ്ട് കുറച്ച് കളക്ഷൻസ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിലാണ് ഞാൻ ഇട്ട് വെക്കുക. പഴയൊരു ഡബ്ബ അതാണ് ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഒരു കാർഡ്ബോർഡ് പെട്ടിയോ ഒരു ബക്കറ്റോ എന്തിലും വേണമെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കട്ടെ. അതൊക്കെ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ കയ്യിലുള്ള ഐറ്റംസിനനുസരിച്ചൊക്കെ വെക്കുക. പുതുതായിട്ടൊന്നും നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണ്ട കേട്ടോ ഈ ഓർഗനൈസ് ചെയ്യാനൊന്നും. അപ്പോൾ ഇതിൽ കഴിഞ്ഞിട്ടുള്ള വേണ്ടാത്ത 2 ബോട്ടിൽ ഞാൻ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇതൊന്ന് ഈ ഡബ്ബ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു പഴയൊരു ഡബ്ബയാട്ടോ, പണ്ട് മുതലേ നമ്മൾ ഇട്ട് പോരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലുള്ളത് കുഴമ്പ്, മുറിവെണ്ണ ഞാൻ പറയാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, ഈ മുറിവെണ്ണയല്ലേ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വെക്കുന്നത് എന്താണെന്ന് പറയുക, എന്തെങ്കിലും കിച്ചണിൽ തന്നെ നമ്മൾ വെക്കുക, പൊള്ളലോ എന്തെങ്കിലും നമ്മൾ കയ്യിൽ എണ്ണ നിറക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ആ മുറിവെണ്ണയിൽ കൈ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. മുറിവെണ്ണ എടുത്തിട്ട് കയ്യിലാക്കി കൊടുത്താൽ ആ പൊള്ളലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയവർക്കും വലിയവർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് മുറിവെണ്ണ കേട്ടോ. നമ്മൾ ഈ ആയുർവേദ കടകളിലൊക്കെ അത് കിട്ടും. അപ്പോൾ ബാക്കി എല്ലാം ഞാൻ ആക്കി വെച്ചു. ആ ഒരു പ്ലേറ്റ് വരുന്നത് അവരത് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുന്നതാണ് കേട്ടോ. അതും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതൊക്കെ എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിക്കേണ്ട. ഞാൻ അടുത്ത ദിവസം തന്നെ വീഡിയോ കൊണ്ട് വരില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാം, നിങ്ങളെ വീട്ടിലുള്ളത്. പിന്നെ അല്ലെങ്കിൽ നാളെ ചെയ്യാം. ഞാനിനി മറ്റന്നാൾ അടുത്ത ദിവസം തിങ്കളാഴ്ച വീഡിയോ കൊണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങളും ഓർഗനൈസ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളെ വീടിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് നീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും ദിവസം ഉണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് പോകുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ അടുത്തത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ അടുത്തത് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഈ ഓർഗനൈസിങ് ചലഞ്ചിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ചെറിയ കാര്യമാണ്, പക്ഷേ നിങ്ങൾക്ക് എന്നെക്കാളും ടൈമുണ്ട്. എനിക്ക് വീഡിയോ എടുത്തിട്ടൊക്കെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഒന്ന് ഇടവിട്ടാണല്ലോ നമ്മൾ വീഡിയോ കൊണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ, നിങ്ങളും ചെയ്തോ, നിങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടായ നിങ്ങളെ ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം കമൻറ്റായിട്ട് എന്നോട് പറയാൻ മറന്നുപോകല്ലേ. ഈ ഒരു കാര്യം ഞാനും നിങ്ങളെ കൂടെ തന്നെ ചെയ്യുകയാണ് കേട്ടോ. കാര്യം എനിക്കിത് ഭയങ്കര എഫക്റ്റീവായി, ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ഞാൻ റഫീഖാക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്നും ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. മുന്നേ ചെയ്താൽ മതിയായിരുന്നു തോന്നുന്നു, അത്രയും ഓർഗനൈസ് ആയിട്ടുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ഭാഗം ഓർഗനൈസിങ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം അറിയിക്കട്ടെ. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാവുന്നതാണ്.
അപ്പോൾ നിങ്ങളുടെ കമൻറ്റിൻ്റെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളോട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.